ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ നകുൽ കൈലാസത്തിലേക്ക് വരുന്നു. കൈലാസത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നകുൽ വിചാരിക്കുന്നുണ്ട്, ഇവിടെ കരച്ചിലും ബഹളവും ഒന്നും കേൾക്കുന്നില്ലല്ലോ, എല്ലാവരും ചിലപ്പോൾ കരഞ്ഞ് തളർന്നിരിക്കുകയായിരിക്കും, എന്തായാലും ഞാനും അകത്തേക്ക് പോയിട്ട് അഭിനയിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അതേസമയം നകുൽ അവിടെ വന്നപ്പോൾ ഗൗരി ഉണ്ടായിരുന്നു. ഗൗരി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ച നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ. അതിനുശേഷം നകുലിനെ തല്ലുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നകുലാണെങ്കിൽ ആരാണെന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നുണ്ട്. അതിനുശേഷം നകുൽ ഓടി വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ആ സമയം ഗൗരി പറയുന്നുണ്ട്, തൽക്കാലം നീ ഇതുകൊണ്ട് സമാധാനപ്പെട്ടോ, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഇനിയും നിനക്ക് ഞാൻ ശിക്ഷ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതേസമയം മാളുവിന് ജ്യൂസ് കൊടുക്കുകയാണ് ഗംഗ. ജ്യൂസ് കുടിക്കാതിരിക്കുന്നത് കൊണ്ട് മഹി കുടിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് നകുൽ അവിടേക്ക് വരുമ്പോൾ മാളുവിനെ കാണുന്നുണ്ട്. ഇവൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. നകുലാണെങ്കിൽ അവർ സംസാരിക്കുന്നതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നു. മഹി മാളുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ തട്ടിക്കൊണ്ട് പോയത് ആരാണ്, മോൾക്ക് ആരെയെങ്കിലും പിടികിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നു. മാളു അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ആരെയും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ. മഹി അപ്പോൾ പറയുന്നുണ്ട്, മോൾ ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മോളുടെ കൂടെ എപ്പോഴും ഈ അച്ഛൻ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു. നകുൽ ശ്രേയെ കാണുന്നുണ്ട്. ശ്രേയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് ഇതിനു മുമ്പും ഒരനുഭവം ഉണ്ടായി, ഇപ്പോഴും ആണെങ്കിൽ എന്നെ ആരോ ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട്, അന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്, ഇത് ഗൗരിയുടെ ആത്മാവാണെന്നൊക്കെ പറയുന്നു. നീ മാളുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, അങ്ങനെയാണെങ്കിൽ ഗൗരി ഉറപ്പായിട്ട് നിന്നെ ഉപദ്രവിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. നീയല്ലേ മാളുവിനെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ ശ്രേയ ചോദിക്കുന്നു. അപ്പോൾ നകുൽ ചോദിക്കുകയാണ്, ഈ കൊട്ടേഷൻ കൊടുത്തതും നീയല്ലേ എന്നൊക്കെ. നകുൽ പറയുന്നുണ്ട്, നീ എന്റെ കാര്യങ്ങളെല്ലാം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം മുതലുള്ളത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുമെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നീ ആരോട് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യവും ആരോടും പറയാൻ പോകുന്നില്ല എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് മഹിയും മഹിയുടെ ഫ്രണ്ടിനെയുമാണ്. മഹിയാണെങ്കിൽ ഫ്രണ്ടിനോട് മാളുവിനെ കാണാതായ കാര്യങ്ങളൊക്കെ പറയുന്നു. കൂട്ടുകാരനപ്പോൾ പറയുന്നുണ്ട്, എങ്കിലും ആരായിരിക്കും മാളുവിനെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, ആദ്യം ഞാൻ ഗോകുലിനെയാണ് തെറ്റിദ്ധരിച്ചത്, പക്ഷേ ഗോകുലല്ല, ഇതിന്റെ പിന്നിൽ വേറെ ആരോ ആണ്, എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, സമയമാകുമ്പോൾ പറയാമെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ഗംഗയോട് കാര്യമൊക്കെ തുറന്നു പറഞ്ഞോ എന്ന്. ഗംഗ എന്തു പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹി കൂട്ടുകാരനോട് പറയുന്നുണ്ട്. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, നീ ആണെങ്കിൽ മുത്തശ്ശിയോട് സംസാരിക്കണം, ഗംഗയുടെ മുത്തശ്ശിയാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞാൽ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ. പിന്നീട് മാളുവിനെയും ഗംഗയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മാളു പറയുന്നുണ്ട്, ഗംഗ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നൊക്കെ. ആ സമയത്ത് മഹി എവിടേക്ക് വരുന്നുണ്ട്. മഹി ചോദിക്കുന്നുണ്ട്, എന്താണ് സംസാരിക്കുന്നതെന്ന്. മാളു അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞതാണെന്നൊക്കെ. മഹി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. മാളു പറഞ്ഞ കാര്യം തന്നെയാണ്, മാളുവിൻ്റെയും എൻ്റെയും കൂടെ നീ എപ്പോഴും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടൻ പറയുന്ന വാക്കുകളാണെങ്കിൽ ഞാൻ കേൾക്കാൻ ഒരുപാട് കൊതിച്ച വാക്കുകളാണ്. മാളുവിൻ്റെ അമ്മയായിട്ടും എൻ്റെ മഹിയേട്ടൻ്റെ ഭാര്യയായിട്ടും ഇരിക്കാൻ പറ്റുന്നത് എനിക്ക് വലിയ പുണ്യമായിട്ടാണ് തോന്നുന്നത്, പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കും ഇത് തന്നെയായിരുന്നു അറിയേണ്ടത്, നിന്റെ മനസ്സ്, അതിപ്പോൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, മുത്തശ്ശിയോട് സംസാരിക്കേണ്ട, മുത്തശ്ശി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. അതുമാത്രമല്ല, മഹിയേട്ടൻ ആരുടെ മുന്നിലും ചെറുതായി പോകുന്നത് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുന്നു. മഹി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ച് ശരിയാക്കിക്കോളാമെന്നൊക്കെ. ആ സമയത്ത് മാളുവും പറയുന്നുണ്ട്, അച്ഛൻ സംസാരിച്ചാൽ മുത്തശ്ശി ഉറപ്പായിട്ടും കേൾക്കുമെന്നൊക്കെ. ആ സമയത്ത് അവിടെ ഗൗരിയുടെ ആത്മാവും ഉണ്ടായിരുന്നു. ഗൗരിയുടെ ആത്മാവും മഹിയോട് പറയുന്നുണ്ട്, മഹിയേട്ടനാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ മോളുടെ ആഗ്രഹം സാധിക്കാനായിട്ട്. മഹിയേട്ടൻ തന്നെ വേണം മുത്തശ്ശിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനെന്നൊക്കെ പറയുന്നു. മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണൊന്നും പറയാത്തത്, എൻ്റെ മകൾക്കാണെങ്കിൽ നിന്റെ അത്രയും നല്ലൊരു അമ്മയെ കൊടുക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, അത് മാത്രമല്ല നിന്റെയും മാളുവിൻ്റെയും കൂടെ ജീവിക്കണമെന്ന് എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണെന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഞാൻ പോലും ആഗ്രഹിച്ചു പോകുന്നുണ്ട്, മുത്തശ്ശി നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയെന്നൊക്കെ. മഹിയേട്ടൻ സംസാരിക്കുമ്പോൾ മുത്തശ്ശി സമ്മതിക്കുമെങ്കിൽ മുത്തശ്ശിയോട് മഹിയേട്ടൻ സംസാരിച്ചോളാൻ എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട്. മാളുവിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മാളു അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛനാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനാണെന്നൊക്കെ.
അതിനുശേഷം മാളു പറയുന്നുണ്ട് ഈ രാത്രി തന്നെ നമുക്ക് 3 പേർക്കും കൂടി കറങ്ങാൻ പോകണമെന്ന്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് മുത്തശ്ശി സമ്മതിക്കത്തില്ല എന്നൊക്കെ. മാളു അപ്പോൾ നിർബന്ധം പിടിക്കുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ കൊണ്ടുപോകാമെന്ന്, ഗംഗയോടും റെഡിയാകാനെന്നൊക്കെ പറയുന്നു. മാളു റെഡിയായിട്ട് വരുമ്പോഴും ഗംഗയാണെങ്കിൽ റെഡിയാകാതെ ഇരിക്കുകയാണ്. മാളു അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് റെഡിയാകാത്തതെന്ന്. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ രാത്രി തന്നെ പോകണം, നമുക്ക് നാളെ പോയാൽ പോരെ എന്നൊക്കെ. മാളു അത് കേൾക്കുമ്പോൾ സമ്മതിക്കുന്നില്ല, ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എവിടെ പോകുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗയും കൂട്ടി ഞാനും അച്ഛനുമാണെങ്കിൽ പുറത്തു പോവുകയാണെന്നൊക്കെ. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി ഗംഗയെ വഴക്കു പറയുന്നുണ്ട്. മാളു പറയുന്നത് കേട്ടിട്ട് നീ അനുസരിക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. രാത്രി സമയത്ത് ഈ വീട്ടിൽ നിന്നും പോകാൻ പറ്റത്തില്ല, നിന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാണ്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നകുലിനോട് ചോദിച്ച് എവിടെയെങ്കിലും പോകാൻ പോലും പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. മാളുവിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മാളു പറയുന്നുണ്ട് നകുൽ ആരാണ് ഗംഗയെ വിവാഹം കഴിക്കാൻ പോകുന്നത്, എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് മാളുവിന്റെ അച്ഛൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശ്രേയയാണെന്നൊക്കെ. മാളു അപ്പോൾ വാശി പിടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല എനിക്കിപ്പോൾ ഗംഗയെ കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു. ഗംഗ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഗംഗയോട് ഞാൻ ഒരിക്കലും മിണ്ടത്തുമില്ല, ആഹാരം കഴിക്കത്തുമില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് ഞാൻ വരാമെന്ന്. അതിനുശേഷം ഗംഗ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞാൻ മാളുവിന്റെ കൂടെ പൊക്കോട്ടെ എന്നൊക്കെ. മാളുവും മുത്തശ്ശിയോട് അപേക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം, ഞങ്ങളെ വിടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്